നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റെസിപ്പി നമ്മൾ ബേക്കറിയിലൊക്കെ പോകുമ്പോൾ ഫ്രണ്ടിൽ തന്നെ ചില്ലുപരണിയിൽ ഇട്ട് വെച്ചിരിക്കുന്ന നൊസ്റ്റാൾജിക് ആയിട്ടുള്ള മുട്ട ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, ആ ഒരു മുട്ട ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് ദോശക്കല്ലിൽ ഉണ്ടാക്കിയെടുക്കാം. ഓവനും ബീറ്ററും ഒന്നും ആവശ്യമില്ല. കുറച്ച് ചേരുവകൾ മാത്രം മതി എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാം. വളരെ സിമ്പിളുമാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ആദ്യം നമുക്ക് ബിസ്ക്കറ്റിനുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് പഞ്ചസാര ഒന്ന് പൊടിച്ച് മാറ്റിയേക്കാം. ഇതൊരു അരക്കപ്പ് പഞ്ചസാരയുണ്ട്, മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അരക്കപ്പ് പഞ്ചസാര പാകത്തിനുള്ള മധുരമായിരിക്കും. എന്നാലും മധുരം കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ബിസ്ക്കറ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ കൂട്ടിയിട്ട് കൊടുക്കണേ. എന്നിട്ട് ഇതൊന്ന് പൊടിച്ചിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇത് മീഡിയം സൈസിലുള്ള 2 മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ടേൻ്റെ മണമൊന്നും ബിസ്ക്കറ്റിന് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാനില എസൻസ് ഇല്ലെങ്കിൽ പൈനാപ്പിൾ എസൻസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതല്ല നമുക്ക് രണ്ടും ചേർക്കണമെന്നുണ്ടെങ്കിൽ രണ്ടും ഒരു 1/2 ടീസ്പൂൺ വെച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് സ്പൂണോ ഫോർക്കോ അതല്ലെങ്കിൽ ഹാൻഡ് വിസ്കോ എന്തെങ്കിലും ഉപയോഗിക്കാം. രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞു വന്നോട്ടെ. പഞ്ചസാര ആദ്യം നമുക്ക് കട്ട പിടിക്കുന്ന പോലെ തോന്നും, അത് കുഴപ്പമില്ല. ഒരു 3-4 മിനിറ്റൊക്കെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. മുട്ടയൊക്കെ പതഞ്ഞു വരുന്നവരെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ മുട്ടയൊക്കെ നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഉരുകിയ ബട്ടറാണ്. ബട്ടറിന് പകരമായിട്ട് വേണമെങ്കിൽ നെയ്യോ അതല്ലെങ്കിൽ ഒലീവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ചേർത്ത് കൊടുക്കാം. പക്ഷേ ബട്ടർ ചേർക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 2 നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് അരിച്ചിട്ട് കൊടുക്കാം. പൊടിയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ബാറ്റർ അധികം ലൂസായി പോകരുത് കേട്ടോ, കാരണം നമുക്കിത് ദോശക്കല്ലിലേക്ക് ഉറ്റിച്ചു കൊടുക്കാനുള്ളതാണ്. അന്നേരം പരന്നു പോകരുത്. ഞാനിവിടെ അധികം വലിപ്പമില്ലാത്ത 2 മുട്ടയായിരുന്നു എടുത്തിരുന്നത്. അതുകൊണ്ട് മാവ് നല്ല ടൈറ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അഥവാ നമ്മൾ വലിയ മുട്ടയാണ് എടുത്തിട്ടുള്ളതെങ്കിൽ ബാറ്റർ ചിലപ്പോൾ ഒന്ന് ലൂസായി പോകും. അങ്ങനെ ലൂസായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് മൈദ ഒന്ന് ചേർത്തിട്ട് ടൈറ്റ് ആക്കി എടുത്താൽ മതി. ഇനി അതല്ല ബാറ്റർ ടൈറ്റ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ വേറൊരു ചെറിയ ബൗളിലേക്ക് ഒരു മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ബാറ്റർ ഒന്ന് ലൂസാക്കി എടുത്താൽ മതി. ഇത് കണ്ടില്ലേ, ഈ ഒരു ഭാഗത്തിനാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. നല്ല കട്ടിയായിട്ട് റിബൺ പോലെ മുറിഞ്ഞ് താഴേക്ക് വീഴുന്നുണ്ട്. അപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കവറിലേക്ക് ഇട്ട് കൊടുക്കാം. പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ സിബ്ലോക്ക് കവറാണെങ്കിൽ അതെടുക്കാം. ഇനി അതും ഇല്ലെങ്കിൽ സാധാരണ നമ്മൾ സാധനം വാങ്ങിക്കുന്ന ഏതെങ്കിലും ഒരു കവർ എടുത്തിട്ട് നന്നായിട്ട് കഴുകി വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാതെ തുടച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് ബാറ്റർ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു പൈപ്പിംഗ് ബാഗിലേക്കാണ് ബാറ്റർ ഇടുന്നത്. ഒരു ഗ്ലാസ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കവർ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ബാറ്റർ മുഴുവൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ അറ്റം വേണമെങ്കിൽ ഒന്ന് റബ്ബർ ബാൻഡ് വെച്ചിട്ട് കെട്ടുകയാണെങ്കിൽ മാവ് പുറത്തേക്ക് പോകില്ല കേട്ടോ. അതല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് അമർത്തി പിടിച്ചു കൊടുത്താലും മതി. ഇനി ഇതിൻ്റെ തുമ്പൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയൊരു ഹോള് മതി, അതുകൊണ്ട് കുറച്ച് മാത്രം ഒന്ന് മുറിച്ച് കളയാം കേട്ടോ. ഒരുപാട് മുറിച്ചിട്ട് വലിയ ഹോളാക്കി കളയരുത് ആദ്യം തന്നെ. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ ദോശത്തവ എടുക്കാം. ഇതിലേക്ക് ഓരോ ചെറിയ ബട്ടൺ പോലെ നമുക്ക് ഈ മാവൊന്ന് ഉറ്റിച്ചു കൊടുക്കാം. ഓരോന്നിൻ്റെ ഇടയിലും ചെറിയൊരു സ്പേസ് ഇട്ട് കൊടുക്കണേ. കാരണം ഇത് നമ്മളൊന്ന് ടാപ്പ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഒന്ന് മാവ് താഴേക്ക് ഒഴുകി വരും. അതുപോലെ തന്നെ വേവുന്ന സമയത്ത് ബേക്കിംഗ് പൗഡറൊക്കെ ചേർത്തതുകൊണ്ട് ഒന്നും കൂടി ഒന്ന് വലുതായി വരും. അപ്പോൾ തമ്മിൽ കൂട്ടിമുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു അകലം വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതാ പാൻ മുഴുവനായിട്ട് ഓരോന്നിൻ്റെ ഇടയിൽ അകലം വെച്ച് കൊടുത്തിട്ട് മാവ് ഇതുപോലെ പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 2-3 തവണയൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കേക്കിനൊക്കെ വേണ്ടിയിട്ട് ടാപ്പ് ചെയ്യില്ല, അതേപോലെ തന്നെ. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഗ്യാസിൻ്റെ ചെറിയ ബർണറുള്ള അടുപ്പിൽ ഫുൾ ഫ്ലെയിമിൽ ഇരുമ്പിൻ്റെ ഒരു ദോശക്കല്ലൊന്ന് 5 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതിന് മുകളിലേക്ക് നമ്മളിപ്പോൾ മാവ് ഒഴിച്ചു കൊടുത്തിരിക്കുന്ന നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു അടപ്പ് വെച്ചിട്ട് അടയ്ക്കാം. ഹോളൊന്നും ഇല്ലാത്ത അടപ്പാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി അടപ്പില്ലെങ്കിൽ വലിയ സ്റ്റീൽ പ്ലേറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അടച്ചാലും മതി. മൊത്തത്തിലൊന്ന് കവറായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതുപോലെ നമ്മൾ അടിയിൽ ചൂടാക്കി വെച്ചിരിക്കുന്ന പാൻ ഉണ്ടല്ലോ, അത് ഇരുമ്പിൻ്റെ പാനാണെങ്കിലായിരിക്കും ബിസ്ക്കറ്റ് ഏറ്റവും നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടുക. ഇരുമ്പിൻ്റെ പാൻ ഇല്ലെങ്കിൽ മാത്രം നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുക്കുക. ഇനി നോൺ സ്റ്റിക്കിൻ്റെ പാനും ഇല്ലെങ്കിൽ നമ്മൾ ചെരുവൊക്കെ മൂടി വെക്കുന്ന അലുമിനിയത്തിൻ്റെ അടപ്പുണ്ടാവുമല്ലോ വലുത്, അത് വെച്ച് കൊടുത്താലും മതിയേ. ഫ്ലെയിം നന്നായിട്ട് ലോയിൽ തന്നെ വെച്ച് കൊടുക്കുക. ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചിട്ടുണ്ട്. മീഡിയത്തിനേക്കാളും കുറച്ചും കൂടി ഒന്ന് കുറച്ചാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതൊരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും
നല്ല ബിസ്ക്കറ്റിന്റെ മണം വരുവേ. അന്നേരം ഒന്ന് നമുക്ക് തുറന്നു നോക്കാം. 10 മിനിറ്റ് ആകുമ്പോൾ എന്തായാലും ഒന്ന് നോക്കിക്കോ, കരിഞ്ഞു പോകണ്ടല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ തുറന്നു നോക്കിയിട്ടുണ്ട്. ഒന്ന് തിരിച്ചിട്ട് നോക്കാം. ഇത് കുറച്ചും കൂടി ഒന്ന് ആയി വരാനുണ്ട്. തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, ക്രിസ്പി ആയി വന്നിട്ടില്ല. അപ്പോൾ അടച്ചു വെച്ചിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് ലോ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കാം. 2-3 മിനിറ്റും കൂടെ കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് തുറന്നു നോക്കിയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് തിരിച്ചിട്ട് നോക്കാം. ഇപ്പം ഇത് അടിഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. മുകൾ ഭാഗം തൊട്ട് നോക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നില്ല, പക്ഷെ ക്രിസ്പി ആയിട്ടില്ല, സോഫ്റ്റ് ആണ്. അത് കുഴപ്പമില്ല, കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരുന്നാൽ മാത്രം മതി. അടിഭാഗം മാത്രം നല്ല ക്രിസ്പി ആയിട്ട് വന്നാൽ മതി. അപ്പോൾ ഇത് ആയി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഇത് ഓരോന്നും പാനിലേക്ക് ഒട്ടിപ്പിടിച്ചാണ് ഇരിക്കുന്നത്. അത് പതുക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടി ഒന്ന് ഇത് പാനിൽ കിടന്നോട്ടെ. അപ്പോഴേക്കും ബിസ്ക്കറ്റ് നല്ല ക്രിസ്പി ആയിട്ട് വന്നോളും. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂട് മുഴുവനായിട്ട് പോകുന്നത് വരെ ബിസ്ക്കറ്റ് മുകൾ ഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഒരു കുഴപ്പമില്ല കേട്ടോ. തണുത്ത് വരുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വന്നോളും. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കുറച്ചൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. സൗണ്ട് കേട്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടും വേവിച്ചു. അത് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് പാനിൽ തന്നെ ഒരു 5 മിനിറ്റ് തുറന്ന് വെക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആയിരിക്കുമ്പോഴായിരിക്കും ബിസ്ക്കറ്റ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുക. തണുത്ത് വന്നപ്പോൾ മുകൾ ഭാഗത്ത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അടിഭാഗം കണ്ടില്ലേ, പാകത്തിനൊരു കളറും ആയിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ എടുക്കാം കേട്ടോ നമുക്ക് പാനിൽ നിന്ന്. ഇനി അടുത്ത സെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ ഒന്ന് നല്ലോണം തുടച്ചു കൊടുക്കാം. നേരത്തെ ഉണ്ടാക്കിയ ബിസ്ക്കറ്റിന്റെ പൊടിയൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് തുടച്ചളഞ്ഞതിന് ശേഷം വീണ്ടും ചെറിയ കോയിൻ ഷേപ്പിൽ ഇതുപോലെ മാവങ്ങ് ഒറ്റിച്ചു കൊടുക്കാം. ഓരോന്നും തമ്മിൽ അകലം വേണേ. നേരത്തെ മാവ് ഒരുപാട് ടൈറ്റായി പോകരുതെന്ന് നമ്മൾ പറഞ്ഞില്ലേ, അത് ഇതുപോലെ ഒഴിക്കുന്ന സമയത്ത് താഴേക്ക് പരന്നൊഴുകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ തവണ നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പാൻ നന്നായിട്ടൊന്ന് തണുക്കണേ. ആ ചൂടുള്ള പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കരുത്. പാൻ തണുത്തതിന് ശേഷം നല്ലോണം തുടച്ച് കളയുക. എന്നിട്ട് വേണം മാവ് ഇതുപോലെ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാൻ. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 മിനിറ്റ് നന്നായിട്ട് ചൂടായിരിക്കുന്ന ഇരുമ്പിന്റെ തവയിലേക്ക് ഈ ഒരു നോൺ സ്റ്റിക്കിന്റെ തവ വെച്ച് കൊടുക്കാം. ഇനി അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് വേറെ പാൻ ഉണ്ടെങ്കിൽ ഒരേ സമയത്ത് തന്നെ അപ്പുറത്തെ അടുപ്പിൽ ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു പാൻ തണുക്കുന്നവരെ കാത്തു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ ഒരു 4 പ്രാവശ്യം ചെയ്തെടുക്കേണ്ട മാവായിരുന്നു ഉണ്ടായിരുന്നത്. ബിസ്ക്കറ്റ് മുഴുവനും ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. സൗണ്ട് കേട്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ 2 സെറ്റിൽ ഉണ്ടാക്കിയിരിക്കുന്ന ബിസ്ക്കറ്റാണ്. 2 സെറ്റ് ഉണ്ടാക്കിയത് തീർന്നു പോയി, എല്ലാവരും കഴിച്ചു. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് തന്നെയാണ്. ഓവനിലൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളൊക്കെ നന്നായിട്ട് തന്നെ നമുക്ക് ദോശക്കല്ലിൽ ഉണ്ടാക്കിയെടുക്കാം. എല്ലാവർക്കും ഉണ്ടാക്കാവുന്ന രീതിയിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ എളുപ്പമാണ്. അത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ ഇടുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണേ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണം. അപ്പോൾ ഇതേപോലെയുള്ള സിമ്പിളായിട്ടുള്ള നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.